എന്നോട് ചോദിക്കാനുള്ളത് ഞാൻ എന്താണെന്നുള്ളത് നേരിട്ട് പറഞ്ഞു കഴിയുമ്പം എനിക്കും ഒരു സമാധാനം ഉണ്ടാവും. കാരണം അത് കേൾക്കുന്നവർക്ക് എന്താണെന്ന് മനസ്സിലാവും. ഞാൻ സ്കൂൾ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു, വലിയ ആഗ്രഹമായിരുന്നു. അന്ന് മുദ്രാവാക്യം വിളിക്കാനൊക്കെ വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അപ്പൻ നല്ല ആരോഗ്യവും ഇതൊക്കെ ഉണ്ടായിരുന്നോട്ട് ഭയമായിരുന്നു. പാത്തിരുന്ന് മുദ്രാവാക്യം വിളിക്കുന്ന രീതി ഇതായിരുന്നു. എനിക്ക് തോന്നുന്നു ആലപ്പുഴയെ സംബന്ധിച്ചിട്ട് ആലപ്പുഴ എന്നും നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഈ വെള്ളപ്പൊക്കം, പ്രത്യേകിച്ച് കുട്ടനാട് മേഖല. കൃഷിക്കാർക്ക് വളരെ വലിയ പ്രശ്നങ്ങളാണ്. ഇതൊന്നും ആരും ശരിക്കും പഠിക്കുന്നില്ല. കാലങ്ങളായിട്ട് ഒരു തോടിനും ആഴം കൂട്ടിയിട്ടില്ല. നമ്മുടെ കായലിൻ്റെയും തോടുകളുടെയും ലെവലിൽ താന്നാണ് കൃഷിസ്ഥലം. കാരണം അതെല്ലാം മണ്ണ് വന്നടിഞ്ഞ് നികന്ന് കിടക്കും. കോടികളുടെ പ്രൊജക്റ്റേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടം. നമസ്കാരം. വൈറ്റ്സ് ഓൺ മീറ്റ് ദ ലീഡർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിട്ടുള്ളത് പൊതുപ്രവർത്തകനും വ്യവസായിയും അതോടൊപ്പം തന്നെ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൻ്റെ സംസ്ഥാന വൈസ് ചെയർമാനുമായ ശ്രീ രജി ചെറിയാനാണ്. നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. രജയ, നമസ്കാരം. നമസ്കാരം. അല്ല, ഞാൻ വന്നത് നിങ്ങളുടെ ഇതിൽ ഒന്ന് എന്നെപ്പറ്റി വന്നിരുന്നു. കാരണം ഞാൻ കുട്ടനാട്ടിൽ മത്സരിക്കാൻ പോകുന്നു ഇല്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ വന്നിരുന്നു. അപ്പോൾ അതിനകത്ത് എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ അത് ഒരു അൺപാർലമെൻ്ററി ആയിട്ടുള്ളൊരു വേർഡാണ് അതിനകത്ത് ഉപയോഗിച്ചത്. അതിൽ ഞങ്ങൾക്ക് വളരെയധികം ഒരു വിഷമം തോന്നിയൊരു കാര്യം തന്നെയാണ് അതിനകത്ത്. പിന്നെ ഇങ്ങനെ ഫോൺ ചെയ്ത് ഞങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് ഉറപ്പായിട്ടും നമുക്ക് നേരിട്ട് സംസാരിക്കാം, പറയാനുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ. അല്ല, ഞാനത് കേട്ട് കഴിഞ്ഞപ്പോൾ അതിനുശേഷം ഞാനിങ്ങനെ പല സമയത്തും വിചാരിച്ചു ഒന്ന് വിളിക്കണമല്ലോ. കാരണം പിന്നെയും അതെങ്ങനെ പിന്നെ ഒരു ദിവസം ഒരു ധൈര്യം ഞാനങ്ങ് വിളിച്ചു. ഞാൻ വിളിച്ചിട്ട് ഇതാണ്. കാരണം എന്നോട് ചോദിക്കാനുള്ളത് ഞാൻ എന്താണെന്നുള്ളത് നേരിട്ട് പറഞ്ഞു കഴിയുമ്പം എനിക്കും ഒരു സമാധാനം ഉണ്ടാവും. കാരണം അത് കേൾക്കുന്നവർക്ക് എന്താണെന്ന് മനസ്സിലാവില്ല. തീർച്ചയായിട്ടും സംസാരിച്ച് ഒരു വ്യക്തിയെ നമ്മൾ കൂടുതലായിട്ട് അടുത്തറിയുന്നത് സംസാരത്തിലൂടെ തന്നെയാണ്. അപ്പോൾ സംസാരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുള്ള ഒരാളാണ് റീച്ചാൻ എന്ന് തോന്നിയത് കൊണ്ട് തന്നെയാണ് നമുക്ക് ഇന്ന് സംസാരിക്കാമെന്ന് തോന്നിയത്. നമുക്ക് കുട്ടനാട്ടിലെ നമുക്ക് ആലപ്പുഴ ജില്ലയിലേക്ക് തന്നെ തിരിച്ചു വരാം. ആലപ്പുഴ ജില്ലയിലാണ് റീച്ചാൻ താമസിക്കുന്നത്. ആലപ്പുഴ ജില്ലയിൽ എവിടെയാണ് താമസിക്കുന്നത്? എവിടെയാണ്? ഞാൻ പത്തിയൂർ എന്ന് പറഞ്ഞ ഒരു പഞ്ചായത്തുണ്ട്. കായംകുളം നിയോജകമണ്ഡലത്തിനാണ് ആ പഞ്ചായത്ത്. ഒരു ചെറിയൊരു ഗ്രാമമാണ്. അവിടെയാണ് ഞാൻ ജനിച്ചു വളർന്നത്. അവിടെ തന്നെയാണ് ഇപ്പോഴും താമസിക്കുന്നത്. ഞങ്ങൾ ഒരു സാധാരണ കുടുംബം എന്ന് പറഞ്ഞാൽ വളരെ സാധാരണ കുടുംബത്തിൽ ജനിച്ച ഞങ്ങൾ 4 സഹോദരന്മാരും ഒരു സഹോദരിയും. വിദ്യാഭ്യാസം എവിടെയായിരുന്നു? ഞാൻ പഠിച്ചതെല്ലാം എൻ്റെ പഞ്ചായത്ത് സ്കൂളിലായിരുന്നു. കാരണം ഓല മേഞ്ഞ വീട്ടിലും ഓല മേഞ്ഞ സ്കൂളിലും പഠിച്ചതാണ്. അങ്ങനെ തന്നെ വന്നതാണ്. കാരണം അങ്ങനെ ഒരു കഷ്ടപ്പാടെല്ലാം അനുഭവിച്ചിട്ടുണ്ട്. അനുഭവിക്കാത്ത ഒരു കഷ്ടപ്പാടുമില്ല. അങ്ങനെ വന്ന ബിസിനസ്സുകളൊക്കെ ആരംഭിക്കുന്നത് എപ്പോഴാണ്? പൊതുപ്രവർത്തനം സ്കൂൾ കാലഘട്ടത്തിൽ തന്നെ തുടങ്ങിയിട്ടുണ്ടാവും. ഞാൻ സ്കൂൾ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു, വലിയ ആഗ്രഹമായിരുന്നു. അന്ന് മുദ്രാവാക്യം വിളിക്കാനൊക്കെ വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അപ്പൻ നല്ല ആരോഗ്യവും ഇതൊക്കെ ഉണ്ടായിരുന്നോട്ട് ഭയമായിരുന്നു. പാത്തിരുന്ന് മുദ്രാവാക്യം വിളിക്കുന്ന രീതി ഇതായിരുന്നു. ഞാൻ എൻ്റെ വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ചെറുപ്രായത്തിൽ ഞാൻ നാഗാലാൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൽ പോയി. നാഗാലാൻഡിൽ പോയി. അവിടെ ഒരു 2 വർഷം ഉണ്ടായിരുന്നു. പിന്നെ ദൈവഹിതം പോലെ നേരെ ഒരു വെറും 60 ഒമാനി റിയാൽ ശമ്പളത്തിൽ ഒമാനിലെത്തി. അവിടുന്ന് ചെയ്ത യുദ്ധമാണ് ഈ ഇപ്പോഴത്തെ. അതെ, എനിക്ക് തോന്നുന്നു ആലപ്പുഴയെ സംബന്ധിച്ചിട്ട് ആലപ്പുഴ എന്നും നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഈ വെള്ളപ്പൊക്കം, പ്രത്യേകിച്ച് കുട്ടനാട് മേഖല. നമ്മൾ ഓരോ പ്രദേശത്തെക്കുറിച്ചാണെങ്കിലും ഓരോ നാടിനെക്കുറിച്ചാണെങ്കിലും കൃത്യമായ ഒരു കാഴ്ചപ്പാട് പ്രേക്ഷകരെ അറിയിക്കുക, അല്ലെങ്കിൽ പൊതുസമൂഹത്തിന് മുമ്പിൽ വെക്കുക എന്നൊരു ഉത്തരവാദിത്വം കൂടിയുണ്ട്. ഈ ആലപ്പുഴ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് ഈ വെള്ളക്കെട്ട് എന്ന് പറയുന്നത്. അപ്പോൾ കുട്ടനാടിനെ സംബന്ധിച്ച് പറയുമ്പോഴത്തേക്കും ഈ കുട്ടനാട്ടിൽ നെൽകൃഷിക്കാർ ഒരുപാട് ഉള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ അവരുടെ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായിട്ടൊരു പരിഹാരം ഇന്നുവരെ ഉണ്ടാകുന്നില്ല. അപ്പോൾ അതിനൊരു കാരണം എന്തായിരിക്കും? കുട്ടനാടിനെ സംബന്ധിച്ചിടത്തോളം കൃഷിക്കാർക്ക് വളരെ വലിയ പ്രശ്നങ്ങളാണ്. ഇതൊന്നും ആരും ശരിക്കും പഠിക്കുന്നില്ല. പഠിക്കാതെയുള്ള മുമ്പോട്ടുള്ള പോക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ചെയ്തു പോകാൻ കുറച്ച് ആൾക്കാർ ഇടയ്ക്കൊന്ന് ആത്മഹത്യ ചെയ്യുമ്പോൾ അവിടെ ചെന്ന് അനുശോചനം പറയുക, പോവുക, അല്ലെ അവരെ അന്തരം സഹായിക്കുക. ഒരാളല്ല. അവിടുത്തെ കൃഷിക്കാരിൽ 95% പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്യുന്നവരാണ്. അവർ ഏതെങ്കിലും രീതിയിൽ എല്ലാ ദൈവത്തെയും വിളിച്ച് അവരെങ്ങനെങ്കിലും അവരെ കൃഷി ചെയ്തൊരു ഉൽപ്പന്നം ഉണ്ടാക്കുക, അവരുടെ കടങ്ങൾ തീർക്കുക എന്ന് മാത്രം ഞാൻ പഠിച്ചത് അതാണ്. പക്ഷെ അതിൽ ഈ പാട്ടത്തിനടുത്ത് ചെയ്യുന്നവർ അവരുടെ വീടോ അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലുമൊക്കെ കിട്ടുന്ന പണയം വെച്ചിട്ടാണ് കുട്ടനാട്ടിൽ ഈ കൃഷി ഇറക്കുന്നത് തന്നെ. അത് വെള്ളം കയറി പോയാൽ എല്ലാം തീർന്നു അവർ പിന്നെ അടുത്ത പ്രാവശ്യം കിട്ടുന്നത് അടുത്ത പ്രാവശ്യം പോകും. അപ്പോൾ അത് അവരുടെ ഒരു ഭാഗ്യമാണ് അങ്ങനെയൊക്കെ കിട്ടി പോകുന്നുള്ളത്. പക്ഷേ അവരെന്നേരം എന്ത് ചെയ്യും?
ഏതെല്ലാം രാസവസ്തു ഉപയോഗിക്കുക അതെല്ലാം ഉപയോഗിച്ച് എത്രയും പെട്ടെന്ന് കൃഷി എടുക്കും. കുട്ടനാട്ടിലെ ഏറ്റവും വലിയൊരു പ്രശ്നം അവിടെ നല്ല ഇനം വിത്തുകളില്ലാത്ത നെൽവിത്തുകൾ. കാരണം ഉരുളൻ എന്ന പേരുള്ള ഒരു വിത്താണ് അവിടെ ഉപയോഗിക്കുന്നത്. അത് പൊക്കക്കുറവും ഒടിഞ്ഞു വീഴത്തില്ല. കാരണം ഞാൻ ഇവരെ കൃഷിക്കാരുടെ കൂടെ ഇരുന്ന് അവരുടെ പ്രശ്നങ്ങൾ ചോദിച്ചറിഞ്ഞ് അറിഞ്ഞപ്പോഴാണ് അതിൻ്റെ യഥാർത്ഥത. അവരിപ്പം ഞാൻ ചോദിച്ചു, ഈ അരി എന്താണ് നിങ്ങൾ നെല്ല് ഇവിടെ എന്താണ് കുത്തി ഇവിടെ ഉപയോഗിക്കാത്തത്? കാരണം നമ്മൾ പണ്ട് കാലങ്ങളിൽ നമുക്കറിയാമല്ലോ, നമ്മുടെയൊക്കെ വീട്ടിൽ നമ്മൾ കൊയ്ത് കൊണ്ടുവന്ന് പുഴുങ്ങി ഉണക്കിയാണ് നമ്മൾ കുത്തുന്നത്. അപ്പോൾ അവർ പറഞ്ഞു, സാറേ ഇത് നമുക്ക് കഴിക്കാൻ കൊള്ളത്തില്ല ഈ ഉരുളൻ എന്ന് പറയുന്നത്, കാരണം അത് പുട്ടുപൊടിക്കുമൊക്കെ പറ്റൂ, അതുകൊണ്ടാണ്. അപ്പം കാലടിയിലുള്ള മില്ലുകൾക്ക് സുഖമായി അവർക്ക് ഏത് രീതിയിലും കിഴി ഉപയോഗിച്ചെടുക്കാം. ഇങ്ങനെയൊക്കെ അവിടുത്തെ കൃഷിയെ രക്ഷപ്പെടുത്തണമെങ്കിൽ നല്ല വിത്തുകളാണ് ഏറ്റവും പ്രധാനം. പിന്നെ വെള്ളപ്പൊക്കം എന്ന് പറഞ്ഞാൽ അവിടെ കാലങ്ങളായിട്ട് ഒരു തോടിനും ആഴം കൂട്ടിയിട്ടില്ല. ഞാൻ ഈ വേമ്പനാട് കായലിൽ നമ്മൾ ഈ ജെസ്കയിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ അതിനകത്ത് നമുക്ക് ഡെപ്ത് കാണിക്കും. 2 മീറ്ററും 1.5 മീറ്ററും 3 മീറ്ററുമാണ് ഒരു വേമ്പനാട് കായലിൻ്റെ ഡെപ്ത്. ഇതെല്ലാം വന്ന് നികന്ന് കിടക്കുക കിഴക്കും മലയിൽ നിന്നുള്ള ഇതെല്ലാം. ഇതിന് പ്രോപ്പർ ഒരു സർവേ ചെയ്തിട്ടില്ല. ഞാനിത് പഠിക്കാനും ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാനും കാരണം എൻ്റെ 35 വർഷം എൻ്റെ ബാക്ക്ഗ്രൗണ്ട് മൊത്തം എഞ്ചിനീയറിംഗ് ഫീൽഡാണ്, സിവിൽ. ഞാൻ ഒരിടത്ത് വർക്ക് ചെയ്തതല്ല. ഞാൻ ഇതിൻ്റെ ഇങ്ങനെയുള്ള ഇപ്പം അവിടുത്തെ പ്രശ്നങ്ങളായ കുടിവെള്ളമാണേലും റോഡാണേലും ലൈഫിൻ്റെ പാവങ്ങളുടെ വീടാണേലും എല്ലാം. കാരണം നമ്മൾ നോക്കുമ്പം ഈ എൻജിനീയറിങ് കണക്റ്റഡ് എന്താണെന്ന് നമ്മൾ കാണുമ്പോഴും നമുക്കതിനൊരു പരിഹാരം നമ്മുടെ മനസ്സിൽ അന്നേരം തന്നെ എത്തും. അപ്പോൾ അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ അവിടെ കാലങ്ങളായിട്ട് പ്രശ്നങ്ങളെ കുട്ടനാട്ടിലുള്ളൂ. ഞാനിപ്പോൾ ഈ നെൽകർഷകരുടെ പ്രശ്നം തന്നെ നമുക്ക് സംസാരിച്ച് പോകേണ്ടി പോകാം. ഈ കുട്ടനാട്ടിലുള്ള നെൽകർഷകർ നേരിടുന്ന ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് ഈ നെൽ സംഭരണം എന്ന് പറയുന്നത്. അതിനെക്കുറിച്ചൊക്കെ ഏതെങ്കിലും ഒരു സമയത്ത് ചിന്തിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും. നമ്മുടെ കുട്ടനാട്ടിലെ ഈ വിത്തുകൾ മാറുന്നതോടെ തന്നെ നമ്മൾ നോക്കേണ്ടത് കുട്ടനാടിലെ നെല്ല് കൊണ്ടുപോയിട്ട് കുട്ടനാടൻ അരിപ്പൊടി എന്ന് പറഞ്ഞ് ബ്രാൻഡ് ചെയ്ത് വിൽക്കുന്നവരുണ്ട്. ഇത് നമുക്ക് കുട്ടനാടി പറ്റത്തില്ല. പണ്ട് കാലത്ത് കുട്ടനാട്ടിൽ 2-3 മില്ലുണ്ടായിരുന്നു. ആ മില്ല് അടഞ്ഞു. സർക്കാർ ഒരു മില്ല് പകുതി വരെ ചെയ്തു, അതും ഇല്ല, പിന്നെ ചെയ്തിട്ടില്ല. നമുക്കറിയാം ഇന്ന് കാലത്ത് ഒരു റൈസ് മില്ലെന്ന് പറഞ്ഞാൽ പണ്ട് കാലത്തെ കൂട്ടല്ല, ഒരു തൊഴിലാളിയും വേണ്ട. ഇത് കൊണ്ടുവന്ന് ലോഡ് ചെയ്ത് കൊടുത്താൽ മങ്കായിട്ടും നെല്ലായിട്ടും പോയി അത് സ്റ്റീമായി ഡ്രൈ ആയി ഇപ്പുറത്തൂടെ പാക്ക് ചെയ്ത് വരും. അപ്പം ഇന്ന് ആ ഒരു കാലത്ത് ഒരു ഇതില്ല. അപ്പം അവിടെ ഇത് സംഭരണവും കൃഷിക്കാരന് വേണ്ട എന്താ, നമ്മൾ 2 രൂപ കുറച്ച് കൊടുത്തു, അന്നേരം പൈസ കൊടുക്കും. അവനെ കടക്കണിയിലാക്കാതെ അവൻ സമ്മതം അതിന് 2 രൂപ നിങ്ങൾ കുറച്ചു കിലോയിൽ, എനിക്ക് ആ പൈസ അന്നേരം എന്താ. അത് കുട്ടനാട്ടി കൊടുക്കുന്നില്ല. കാലങ്ങൾ കഴിഞ്ഞിട്ടാണ് അവൻ കരഞ്ഞ് സമരം ചെയ്ത് അവൻ്റെ ബാങ്കിൽ പലിശയും കയറി കഴിയുമ്പോഴാണ് അവന് കാശ് കിട്ടുന്നത്. പണ്ട് ഈ കുട്ടനാട്ടിലൊക്കെ ഈ നെൽ കർഷകർക്ക് വേണ്ടിയുള്ള സഹകരണ സംഘമൊക്കെ ഉണ്ടായിരുന്നു. അത് അവർക്ക് വലിയ ആശ്വാസകരമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പം അങ്ങനെയുള്ള നെൽ കർഷക സഹകരണ സംഘങ്ങളൊന്നും ഇല്ല അവിടെ. കണ്ട് കാലത്ത് ഈ സഹകരണ സംഘങ്ങളെല്ലാം അതിനെ നേതൃത്വം വഹിച്ചവരെല്ലാം അവിടെ അവരെ കർഷകരെ കബളിപ്പിച്ച് പോയ അനുഭവങ്ങളാണുള്ളത്. എൻ്റെ ഒരു പ്രപ്പോസലുണ്ട്, എനിക്കൊരു ചിന്തയുണ്ട്. അവിടെ പ്രവാസി ഷെയർ ഹോൾഡിങ്ങിൽ, കാരണം അത് കർഷകരുടെ 1 രൂപ മേടിക്കാം, കർഷകരുടെ ഉൽപ്പന്നം അവിടെ കൊണ്ടുവന്ന്. കാരണം നമ്മൾ ചിന്തിക്കേണ്ട, ഞാൻ ആലോചിച്ചപ്പം അവിടുന്ന് ഒരു ലോറിയിൽ ഇത് ലോഡ് ചെയ്ത് കാലടി പോകണമെങ്കിൽ ഒരു 60,000-70,000 രൂപ ഒരു ലോഡിന് വേണം. ഇത് ഇവിടെ തന്നെ പ്രോസസ് ചെയ്യണമെങ്കിൽ അതും ലാഭമാണ് ഈ കമ്പനിക്ക്. അപ്പോൾ ഒരു ഷെയർ ഹോൾഡിങ് ഇതിൽ ഇപ്പോഴത്തെ പുതിയൊരു മില്ല് തുടങ്ങാൻ ഈ പറയുന്ന തൊട്ടുള്ള 1000-100 കോടിയൊന്നും വേണ്ട. നമ്മൾ കുട്ടനാടിനെ സംരക്ഷിക്കാൻ വേണ്ടി കുട്ടനാടിൻ്റെ 13 പഞ്ചായത്തിലെ ഇത് ചെയ്യാൻ വേണ്ടി പ്രാദേശികമായിട്ട് ചെറിയ രീതിയിലുള്ള 1-2 റൈസ് മില്ല് ഇട്ട് കഴിഞ്ഞാൽ അവിടെ ഇത് പ്രോസസ്സ് ചെയ്തെടുക്കാം, നമുക്കത് ബ്രാൻഡ് ചെയ്യാം. അത് അങ്ങനെ ഒരു പ്രവാസികളുടെ നേതൃത്വത്തിൽ തുടങ്ങുവാണെങ്കിൽ കർഷകർക്ക് അതിനകത്തിൽ അവരെ കബളിപ്പിക്കുന്നൊരൊന്നുമില്ല. അവരുടെ ഉൽപ്പന്നം അന്നേരം ക്യാഷ് കൊടുത്തെടുക്കുക, അത് പ്രോസസ്സ് ചെയ്യുക. ഈ കുട്ടനാടിൽ നിന്ന് തന്നെ ഒരുപാട് പ്രവാസികളൊക്കെ ഉള്ളൊരു സ്ഥലമാണെന്ന് എനിക്ക് തോന്നുന്നു, കുട്ടനാട്, ആലപ്പുഴ. അതെ. അപ്പൊ ഇങ്ങനത്തെ ഒരു ആശയം പ്രാവർത്തികമാക്കാൻ അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമില്ല. നമുക്കത് ചെയ്യാൻ നമ്മൾ ഇറങ്ങി കഴിഞ്ഞാൽ ഇതിനകത്തിൽ ഇതേ ഉള്ളൂ. നല്ല ഒരു കുറച്ച് ആൾക്കാരാണ് അതിനകത്തില്ലെങ്കിൽ അത് നല്ല വൃത്തിയായിട്ട് പോകും. കാരണം അതെന്താണ്, കൃഷിക്കാരുടെ കയ്യിൽ നിന്ന് ഒരു മുടക്ക് മുതൽ അല്ലെങ്കിൽ മറ്റേ സഹകരണ സംഘങ്ങൾ നമുക്കറിയാം
കൃഷിക്കാരുടെ കയ്യിൽ നിന്ന് ഷെയർ മേടിക്കുക, കൃഷിക്കാരുടെ ഇത് ചെയ്യുക, പിന്നെ അവരുടെ ഉൽപ്പന്നങ്ങൾ മേടിച്ചിട്ട് കാശ് കൊടുക്കാതിരിക്കുക. അതല്ല, അവിടെ കുട്ടനാടിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ പറയുന്നോട്ട് വലിയൊരു ഹ്യൂജ് കപ്പാസിറ്റി ഉള്ള മില്ല് വേണ്ട. കുട്ടനാടിലെ 1,20,000 ടണ്ണോളം എന്നാണൊക്കെ പറയുന്നത്. പക്ഷേ അത് നമ്മൾ നോക്കിയിട്ട് അതിന് ആവശ്യമുള്ളത് മതി. ആ ജനങ്ങൾക്ക് ഇപ്പം ഞാൻ പറയുന്നത്, നമുക്ക് പ്രാദേശികമായിട്ട് ഒരു വീട്ടിൽ ഒരു സ്ത്രീകളുടെ കൂട്ടായ്മ ചേർന്നുകൊണ്ടൊരു മില്ല് തുടങ്ങാനും ഇന്നത്തെ കാലത്ത് വലിയ പൈസ വേണ്ട. കുടുംബശ്രീയൊക്കെ വളരെ സജീവമാണ്. അങ്ങനായി ആ അരി അവർക്ക് വിൽക്കാൻ പറ്റുവാണെങ്കിൽ എന്ത് ഭാഗ്യമാണ്. അല്ല, നമ്മുടെ ഈ കാലടിയിലൊക്കെ ഒരുപാട് വലിയ വലിയ മില്ലുകളുണ്ട്, വലിയ വലിയ ബ്രാൻഡുകളുണ്ട്. ഈ വലിയ വലിയ ബ്രാൻഡുകളുടെ ഒക്കെ ഒരു മില്ല് ഈ കുട്ടനാട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കത്തില്ലേ? അന്നേരം അതിന് എന്താണ് സംഭവിക്കുന്നത്, അത് ഒത്തിരി കൊമേഴ്സ്യലായി പോകും. അതിനെക്കാട്ടി നല്ലത് പ്രാദേശികമായിട്ട് കുട്ടനാട്ടിൽ ഒരെണ്ണം ഈ അങ്ങനെയുള്ള കമ്പനിയുടെ വരുമ്പം അവർ പരിചയപ്പെട്ട കുട്ടനാടും അവർക്കറിയാവുന്ന കുട്ടനാടും അറിയാമല്ലോ. അവരെപ്പോഴും ആ ഒരു വിലതാഴ്ചയിലേ പോകത്തുള്ളൂ. നമുക്ക് കുട്ടനാടെ കർഷകരെ രക്ഷിക്കാൻ വേണ്ടി കുട്ടനാടെ കർഷകർക്ക് വേണ്ടിയുള്ള ഒരു സംരംഭം. അപ്പം അങ്ങനെ ഇൻവെസ്റ്റ്മെന്റ് വരുമ്പോൾ അത് വലിയൊരു ഇൻവെസ്റ്റ്മെന്റും അവർക്ക് വേറൊരു വലിയൊരു പ്രോഫിറ്റ് ഉദ്ദേശിക്കുന്നവരാ. അത് വേണ്ട. നമുക്കിവിടെ കുട്ടനാട്ടിലെ ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞോട്ട് കുട്ടനാട് ഒത്തിരി പ്രവാസികളുണ്ട്. അവരെയൊക്കെ പിടിച്ച് അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവരൊക്കെ മനസ്സിലുള്ള കുട്ടനാടിനെ രക്ഷിക്കണമെന്നുള്ളത്. ഈ കുട്ടനാട്ടിലെ ഈ വെള്ളപ്പൊക്കത്തെ കുറിച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചു. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 2 മഴ പെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും എന്താ പറയുക, ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറേണ്ട ഒരു അവസ്ഥയുണ്ട്. ഇതിനൊരു പരിഹാരം എന്തായിരിക്കും ഉണ്ടാവുക? അത് കാലങ്ങളായിട്ട് ഇപ്പോൾ ഈ അടുത്ത സമയത്ത് എല്ലാവരും പറയുന്ന ഒരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോടുകൾക്ക് ആഴം കൂട്ടുക. അവിടെ നമ്മൾ പറയുന്ന സമുദ്രനിരപ്പിന് താഴ്ന്നാണ് കുട്ടനാട്, ശരിയാണ്. പക്ഷേ നമ്മുടെ കായലിൻ്റെയും തോടുകളുടെയും ലെവലിൽ താന്നാണ് കൃഷിസ്ഥലം. കാരണം അതെല്ലാം മണ്ണ് വന്ന് അടിഞ്ഞ് നികന്ന് കിടക്കുക, ചേർ വന്ന് അടിഞ്ഞു കിടക്കുക. ഇതെല്ലാം എടുത്ത് സൈഡിൽ കൊടുത്ത് അവിടെ ട്രാക്ടറുകൾ പോകുന്ന റോഡ് പിടിച്ച കൃഷിക്കാരന് വലിയ സൗകര്യങ്ങളാണ്. കാരണം ഇതൊന്നുമില്ലാതെ എന്നും മട വീഴും. ഈ മടയുടെ വീതി എത്രയെന്നറിയോ? 2 അടി. നമ്മൾ വെള്ളത്തിനോടാണ് ഫൈറ്റ് ചെയ്യുന്നത് കർഷകൻ. അവൻ മട പൊട്ടുന്നതെന്ന് പറഞ്ഞാൽ അതിന് ഓരോ വെള്ളത്തിൻ്റെ കപ്പാസിറ്റി അനുസരിച്ച് വീതി കൂടുക എന്നുള്ളതാണ് ഈ ബണ്ടിന്. ഇതില്ല. അപ്പം ഈ കർഷകന് ഈ മട പൊട്ടുന്നത് എന്താണ്? നമ്മുടെ കൃഷി ചെയ്യുന്ന നിരപ്പിൽ നിന്നും പൊങ്ങി നിൽക്കുകയാണ് നമ്മുടെ തോടുകളും ആറുകളും. അപ്പം അത് ആഴം കൂട്ടി ഒഴുക്ക് അതിന് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഇപ്പം ഞാൻ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇതാണ്ട് ഞാൻ പറയുന്നത് പ്രോപ്പറായിട്ട് സർവേ ചെയ്യണം, ടോപ്പോഗ്രഫി സർവേ ചെയ്യണം. ഉണക്ക് സമയത്തുള്ള വാട്ടർ ലെവലും മഴ സമയത്തുള്ള വാട്ടർ ലെവലും ഏത് ലെവലിൽ എത്തുമ്പോഴാണ് വീടുകളിൽ വെള്ളം കയറുന്നത്, ഏത് ലെവലിൽ എത്തുമ്പോഴാണ് റോഡുകളിൽ വെള്ളം കയറുന്നത്, അത് നമ്മൾ മനസ്സിലാക്കിയാൽ ഏത് ലെവലിലാണ് ഫ്ലോ ഉള്ളത്. നമുക്ക് തണ്ണീർമുക്കവും തോട്ടപ്പള്ളിയാണ് ഇതിനകത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്നറിയോ? തോട്ടപ്പള്ളി സ്പിൽവേയിലെ മണ്ണ് മാറ്റുന്നത് എപ്പോഴാണെന്നറിയോ? കുട്ടനാട്ടിലെ ആൾക്കാരുടെ വീട്ടിൽ വെള്ളം കയറി കഴിയുമ്പോഴാണ്. നമ്മുടെ മലയാളിക്ക് എല്ലാവർക്കും അറിയാം ജൂൺ 1 മഴയുണ്ട്. കാലങ്ങളായിട്ടല്ലേ നമ്മൾ ജനിച്ച് വളർന്ന കാലം പോലും നമുക്കറിയാം. നമ്മൾ പള്ളിക്കൂടത്തിൽ പോകുന്ന ജൂൺ 1 കുടയും പിടിച്ചാൽ നമുക്ക് പോകാൻ പറ്റുമെന്നുള്ളത്. പക്ഷേ ജൂൺ 1 മഴ പെയ്യുമെന്നറിയാവുന്ന ഈ മലയാളി തോട്ടപ്പള്ളി മുറിക്കുന്ന എപ്പോഴാണെന്നറിയോ? കുട്ടനാട് മഴ പെയ്ത് വെള്ളമെല്ലാം നിറഞ്ഞു കഴിയുമ്പോൾ രാത്രിയും പകലും കൊണ്ടിട്ട് മണ്ണ് മുറിച്ച് കളയാൻ നോക്കും. എന്തുകൊണ്ട് ഈ 1 മാസം മുമ്പ് ആ വേനൽക്കാലത്ത് ഈ മണ്ണ് മാറ്റി മാക്സിമം താഴ്ച കൊടുത്ത് ഡെപ്ത് കൊടുത്ത് അതിനെ തുറന്നിട്ടാൽ പോകുന്ന വെള്ളം ഒഴുകി പോകുന്നു. ഈ ജോലി ചെയ്യേണ്ടതാണ് പഞ്ചായത്താണോ ചെയ്യേണ്ടത്, അതോ ജില്ലാ പഞ്ചായത്താണോ, അതോ സംസ്ഥാന സർക്കാരാണോ ചെയ്യേണ്ടത്? ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റാണ് ഇത് ചെയ്യേണ്ടത്. ഇതൊരു പക്ഷേ കോൺട്രാക്ടർമാർ കോൺട്രാക്ട് എടുത്തതിന് ശേഷം അത് ചെയ്യാതിരിക്കുന്നതാണോ? അത് ഇത് ആ സമയമാകുമ്പം കോൺട്രാക്ട് കൊടുത്ത ഒരു ടെൻഡറും വേണ്ടല്ലോ. എമർജൻസി വർക്കായി മാറിയില്ലേ. ഇത് നേരത്തെ പ്രോപ്പറായിട്ട് ചെയ്യുവാണെങ്കിൽ ഇതുണ്ടാവുള്ളൂ. അവിടെ ഈ മണ്ണ് എല്ലാ വർഷവും മണ്ണ് മാറ്റുന്ന രീതിയല്ല വേണ്ടത്. അവിടെ പെർമനൻ്റ് ആയിട്ടൊരു സൊല്യൂഷൻ കണ്ടെത്തണം. ഏത്? മഴ പെയ്താൽ വരുന്ന വെള്ളം ഒഴുകി പോകുവാൻ. തണ്ണീർമുക്കത്താണ് ആണെങ്കിൽ അത് ഷട്ടർ തുറന്നാൽ മതി. ഇവിടെ അതല്ല, മണ്ണ് വന്നടയും. ഇതിന് ഇന്ന് കാലത്ത് എന്തെല്ലാം ഉണ്ട് പഠിക്കാനും ചെയ്യാനും. ഇതിനൊന്നും ആരും മെനക്കെടുന്നില്ല. കാരണം ഇവർക്കെല്ലാം വേണ്ടത് വലിയ പ്രൊജക്റ്റുകൾ. ഒരു വർഷത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇപ്പോൾ പറഞ്ഞോട്ട് ടെൻഡർ ഇല്ലാതെ ഒക്കെ പോകും. കുടിവെള്ളം അവിടുത്തെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് കുടിവെള്ളം. ഈ കുടിവെള്ളം പ്രശ്നം പരിഹരിക്കാനായിട്ട് എങ്ങനെ സാധിക്കുന്നത്? കുട്ടനാടിൽ ഏതോ ഒരു കാലത്ത് ഒരു എഞ്ചിനീയർ, ഏതോ ഒരു സർക്കാരിന് ഒരു എഞ്ചിനീയർമാർ കൊടുത്ത ഒരു പ്രപ്പോസലാണ്
കുട്ടനാടിൻ്റെ ഒരു മൂലയ്ക്ക് കിടക്കുന്ന അറ്റത്ത് കിടക്കുന്ന ഒരു സ്ഥലമാണ് നീരേറ്റുപുറം. ഈ നീരേറ്റുപുറത്ത് നിന്ന് 2014 അവർ പ്ലാന്റ് ഉണ്ടാക്കിയിട്ട് അവരുടെ 14 KLDയുടെ ഒരു ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിലാണ് പ്ലാന്റ് ചെയ്തു. അതിനുശേഷം ഇന്ന് വരെ ഒരു തുള്ളി വെള്ളം അവിടെ ചെയ്തിട്ടില്ല. പക്ഷേ അവിടുന്ന് നീലംപെരൂർ എനിക്കൊന്നൊരു 80-90 കിലോമീറ്റർ ദൂരമുണ്ട്. അവിടം വരെ വെള്ളം കൊണ്ട് കൊടുക്കാനാണ് അവർ ശ്രമിക്കുന്നത്, പൈപ്പിട്ട്. കോടികളുടെ പ്രൊജക്റ്റേ ഉള്ളു എല്ലാവർക്കും ഇഷ്ടം. പക്ഷേ ഞാൻ കുട്ടനാട് ഇറങ്ങി ഓരോന്ന് കണ്ടതിന് ശേഷം നമ്മുടെ ഈ ഒരു ലോക പരിചയം വെച്ച് ഞാൻ ഇവരോട് എല്ലാ പഞ്ചായത്തിലും ഞാൻ പോകും. ഇവിടെയൊക്കെ ചോദിച്ചു, എന്താണ് നിങ്ങൾ ഈ പ്രാദേശികമായിട്ട് കിണർ ബോർവെല്ലടിച്ച് വെള്ളം എടുക്കാത്തത് എന്ന് ചോദിച്ചപ്പോൾ ഇവർ പറയുന്നത്, അത് സാറേ ഞങ്ങൾ ഒരു 70-80 മീറ്റർ പോകുമ്പോൾ വെള്ളത്തിന് വാടയായതുകൊണ്ട് പിന്നെ അത് അങ്ങിടും, ഇട്ടേച്ച് പോകും, അതാണ്. ഞാൻ പറഞ്ഞ അങ്ങനെയല്ല. 150, 200, 300 മീറ്റർ താഴ്ച പോയാൽ ഇന്നത് പമ്പ് ചെയ്യാനുള്ള പമ്പ് അവൈലബിളാണ്. കുട്ടനാട് 4 വശം വെള്ളം കിടക്കുമ്പോൾ നിങ്ങൾക്ക് വെള്ളം കിട്ടും, നല്ല മണ്ണിൽ കൊണ്ട് നിർത്തിയാൽ മതി. കിട്ടത്തില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്ത് ചെയ്തു, എനിക്ക് നമ്മൾ ഒരിടത്ത് പോയി തർക്കിക്കുമ്പോൾ നമുക്കൊരു ഉറപ്പ് വേണമല്ലോ. എൻ്റെ പൈസയിൽ ഞാനൊരു കിണർ കുത്തി ഒരു സ്ഥലത്ത് മേടിച്ചിട്ട് 180 മീറ്ററിൽ നല്ല 1% പോലും അയൺ കണ്ടന്റ് ഇല്ലാത്ത, ഒരു വാടകയില്ലാത്ത നല്ല വെള്ളം വരുന്നു. അതിൻ്റെ അർത്ഥം എന്താണ്? ഞാനിപ്പം പറയുന്ന ഓരോ പഞ്ചായത്തിൽ പ്രാദേശിക കുടിവെള്ള പദ്ധതി വേണം. അതിന് വലിയ പൈസ വരില്ല. ഇവർ 500-1000 കോടി പറയുന്നേ, ഇതിനൊരു പഞ്ചായത്തിൽ എന്ത് വരാനാ? രണ്ടിടത്ത് ഓരോ ടാങ്കും വേണം, ഇതും വേണം. ഇപ്പോഴും 18 വർഷം മുമ്പിട്ട പൈപ്പ് മാറിക്കൊണ്ടിരിക്കുക. ഇപ്പോഴും ഇലക്ഷൻ അടുത്തു എല്ലായിടത്തും പൈപ്പ് ഇടുക. വാട്ടർ ടാങ്ക് കംപ്ലീറ്റ് അല്ല, വെള്ളത്തിൻ്റെ ഉറവിടം കംപ്ലീറ്റ് അല്ല, പൈപ്പിടിയിൽ നടക്കുന്നു. കാരണം ജനങ്ങളെ ഒരിക്കലും ആ പൈപ്പിൽ കൂടെ വെള്ളം കിട്ടത്തില്ല. ഞാൻ കുട്ടനാടിലെപ്പം ഓരോ ജനങ്ങൾ നമ്മൾ ചിന്തിക്കേണ്ട, ഒരു പഞ്ചായത്തിൽ ഈ തോട്ടിലെ അഴുക്ക് വെള്ളമാണെങ്കിലും അവരൊരു ടാങ്ക് സ്റ്റീലിലുണ്ടാക്കി പമ്പ് ചെയ്ത് കാവാലത്തൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അവർക്കൊക്കെ ഈ പൈപ്പ് പണ്ട് അവർ മണ്ണിക്കൂടിട്ടേക്കുന്നത്. അപ്പം ഞാൻ ഈയിടെ അവിടെയൊക്കെ അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് കുറച്ച് പൈപ്പ് മേടിച്ചു തരാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, പൈപ്പ് മേടിച്ചു തരാം. ഞാൻ പറഞ്ഞോട്ടെ പൈപ്പ് ഇടാവുള്ളൂ, മണ്ണിനകത്ത് ഇടരുത്. അതില്ല. എങ്ങനെ? ഞാൻ പറഞ്ഞു, നിങ്ങളത് കമ്പിയുടെ ഹൂക്ക് ഉണ്ടാക്കിയിട്ട് ഓപ്പൺ പൈപ്പ് പോകണം. കാരണം നിങ്ങൾക്ക് വെള്ളം കയറുന്ന സ്ഥലമായതുകൊണ്ട് നിങ്ങളുടെ പൈപ്പ് പൊട്ടിയാൽ നിങ്ങൾക്കറിയാം, കുഴിക്കണ്ട. പിന്നെ അതുമല്ല, നിങ്ങളൊരു 10-100 മീറ്റർ പൈപ്പ് കുഴിച്ചിടുന്ന ചിലവ് ഭയങ്കരമാണ്. നിങ്ങൾ റോഡ് സൈഡിൽ കൂടെ ഹൂക്ക് ചെയ്ത് പോയാൽ മതി. പോകുമ്പോൾ നിങ്ങൾക്ക് ഈസിയായിട്ട്. കാരണം കുട്ടനാട്ടിൽ ഒരു കാരണവശാലും കുഴിച്ചിടുന്ന പൈപ്പ് 2-3 വർഷം നിൽക്കത്തില്ല, കാരണം പൊട്ടിപ്പോവും. അവിടുത്തെ 5 to 10 സെൻറ്റിമീറ്റർ 5-10 സെൻറ്റിമീറ്റർ വരെ സ്ഥലം താന്നുകൊണ്ട് ഇരിക്കുവാണെന്നാണ് കാലങ്ങളായിട്ട് പറഞ്ഞത്. ഇതിൻ്റെ ഒരു സയൻറ്റിഫിക് ആയിട്ടൊരു സ്റ്റഡി നടത്തി ആരും പറഞ്ഞിട്ടില്ല. പക്ഷേ ഇത് നമുക്കറിയാം. പക്ഷെ അത് ഈ പറഞ്ഞുകൊണ്ട് സർവേ ചെയ്ത് കറക്റ്റ് ചെയ്ത് പഠിക്കണം. അതൊന്നും ആരും പഠിച്ചിട്ടില്ല. ഇപ്പം നെതർലാൻഡിൽ പോയിട്ട് വന്നേച്ച് പറയുന്നു പമ്പ് ചെയ്യണം. കുട്ടനാടിലെ വരുന്ന വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി എത്രയാണെന്ന് പോലും അറിയാതെയാണ് പമ്പ് ചെയ്യണമെന്ന് പറയുന്നത്. ആ വരുന്നതെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇടുക്കിയിൽ നിന്ന് വരെയുള്ള പമ്പ് എല്ലാ ആറുകളും വന്ന് യോജിച്ച് വരുന്ന വെള്ളമാണ്. ഇതെങ്ങനെ പമ്പ് ചെയ്യാൻ പറ്റും? നമുക്കവിടെ വേണ്ടത് നാച്ചുറൽ ഫ്ലോ ഉണ്ടാക്കുക, കുട്ടനാട്ടിലെ തോടുകൾക്ക് ആഴം കൂട്ടുക, കപ്പാസിറ്റി കൂട്ടുക. പക്ഷേ ഇതിൻ്റെ പായൽ കയറി കിടക്കും എല്ലായിടും. ഈ പായൽ കോരാനുള്ള ഒരു സൗകര്യമൊന്നും ഇല്ലേ പഞ്ചായത്ത്? ഓരോ പഞ്ചായത്തിന് 5-10 ലക്ഷം രൂപ കൊടുക്കും. ഇവരെന്ത് ചെയ്യും? ഒരു JCB കൊണ്ട് കുത്തും. ഈ JCB എടുത്ത് പുറത്തിടും. അത് പിന്നെയും തിരിച്ചെണ്ണാൻ തന്നെ പോകും. ഒരു മഴ പെയ്യുമ്പോഴത്തേക്ക് അതിലേക്ക് തന്നെ വീണ്ടും തിരിച്ചു പോകും. പുറത്ത് നമുക്കറിയാം, നമ്മൾ പറയും ബംഗാളികൾ വെറും മണ്ടന്മാരാന്ന് പറയും. നമ്മൾ ഗൾഫിലൊക്കെ ഞങ്ങൾ പറയും ബംഗ്ലാദേശികൾ മണ്ടന്മാരാന്ന്. പക്ഷേ അവരുടെ നാട്ടിലൊക്കെ എങ്ങനെ പായൽ ഒരു ഫൈബർ ബോട്ട് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ബാക്കിൽ 2 കത്തി പോലുള്ള ഫാനും ഫിറ്റ് ചെയ്തിട്ട് അവർ ഈ പായലിൽ കൂടെ ഓടിച്ച് വരുമ്പോൾ ഇതെല്ലാം അടിച്ച് താഴെ പോകും. കുട്ടനാട്ടിലോ JCB കൊണ്ട് ഓരോ പഞ്ചായത്ത് 10 ലക്ഷം മുടക്കും. അറിയും, പായലും പോത്തില്ല, ഒന്നും പോത്തില്ല. ഗതാഗതം, വെള്ളത്തിൽ കൂടെ ഒരു യാത്ര ചെയ്യാൻ പോലും പറ്റത്തില്ല.